മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. പുസ്തക വായനയിൽ ഇന്ന് "ഇന്റെ ഉപ്പൂപ്പാക്കൊരാനയുണ്ടായിരുന്നു" എന്ന നോവലിന്റെ തുടർച്ച. വീർത്ത അട്ട തുടയിൽ തൂങ്ങിക്കിടന്ന ഭാഗം വന്നപ്പോൾ പത്രാസുകാരി വിറയ്ക്കുകയും കണ്ണു തുറിക്കുകയും ചെയ്തു. "ബൗ" എന്നു കുഞ്ഞാനെ അമറുന്നതുപോലെ ശബ്ദമുണ്ടാക്കി. "ഞാനായിരുന്നുവെങ്കിൽ" പത്രാസുകാരി പറഞ്ഞു. "നിലവിളിച്ച് സർവ്വ മനുഷ്യരെയും ഇവിടെ വരുത്തുമായിരുന്നു. ഒടുവിൽ ബോധം കെട്ട് വീഴുകയും ചെയ്യുമായിരുന്നു. " കുഞ്ഞുപാത്തുമ്മ നിലവിളിച്ചില്ലല്ലോ, ബോധം കെട്ടു വീണുമില്ല. അതിൽ അവൾക്ക് വലിയ അന്തസ്സു തോന്നി. അവൾ പുളിയുടെ ചുവട്ടിലേക്ക് നടന്നു. ഒരു പഴുത്ത വാളംപുളി കിടക്കുന്നത് കണ്ടു. അവൾ അതെടുത്തു, തൊലി പൊട്ടിച്ചു, കുറെയെടുത്തു വായിലിട്ടു. പത്രാസുകാരി അവളുടെ അടുത്ത് ചെന്നു. "എന്താ, വാളംപുളിയാണോ തിന്നുന്നത്? " എന്ന് ചോദിച്ചു. "അതെ. പുളി എല്ലാ പെണ്ണുങ്ങൾക്കും ഇഷ്ടമായിരിക്കുമോ? " കുഞ്ഞുപാത്തുമ്മയ്ക്ക് സംശയമാണ്. എങ്കിലും അവൾ ചോദിച്ചു. "വേണോ? ഒരു നുണുങ്ങ് കഷ്ണം തരൂ. " എന്ന പത്രാസുകാരി പറഞ്ഞപ്പോൾ അവളുടെ വായിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് കുഞ്ഞുപാത്തുമ്മയ്ക്ക് തോന്നി. കുഞ്ഞുപാത്തുമ്മ വലിയ ഒരു കഷ്ണം കൊടുത്തു. പത്രാസുകാരി അത് വാങ്ങി തിന്നു. സാധാരണ പെണ്ണുങ്ങൾ വാളംപുളി തിന്നുന്ന രീതിയിലല്ല. കണ്ണുകൾ കുഞ്ഞാക്കുകയും മുഖത്ത് സ്തോഭങ്ങൾ വരുത്തുകയും ചെയ്തില്ല. പത്രാസുകാരി കാഫ്രിച്ച് കുരുവോടെ അത് കിട്ടിയപാടെ വിഴുങ്ങിക്കളഞ്ഞു. കുഞ്ഞുപാത്തുമ്മ അത്ഭുതത്തോടെ പറഞ്ഞു. "മുണുങ്ങാൻ പാടില്ല. " "മുഴുങ്ങിയാലെന്താ? വയറ്റിൽ കിടന്ന് കിളുക്കും, വല്യ മരമാകും. " പത്രാസുകാരി പറഞ്ഞു. "എന്റെ വയറ്റിൽ കരിങ്കല്ലിട്ടാലും ദഹിച്ചു പോകും. എന്റെ പ്രായത്തിന്റേതാണെന്നാണ് പൊതുജന സംസാരം. " കുഞ്ഞുപാത്തുമ്മ ഒരു വലിയ കഷ്ണം കൂടി കൊടുത്തിട്ട് ചോദിച്ചു. "എത്ര വയസ്സുണ്ട്? " "17. " എനിക്ക് കുഞ്ഞുപാത്തുമ്മ പറഞ്ഞു. "ഉമ്മ പറയണത് 22 എന്നാ. " "ബാപ്പ പറയുന്നതോ? " കുഞ്ഞുപാത്തുമ്മ ഒന്നും മിണ്ടിയില്ല. "എന്താ ബുദ്ദൂസേ ഒന്നും മിണ്ടാത്തത്? " "എന്തിനാ ബുദ്ദൂസേന്ന് വിളിച്ചണേ? " "ബുദ്ദൂസേ അങ്ങനെയല്ല, എന്നെ എന്തിനാ ബുദ്ദൂസേ എന്നു വിളിക്കുന്നത് എന്ന് ചോദിക്കണം. " "എന്തിനാണെന്നോ ബുദ്ദൂസേ എന്നു വിളിക്കുന്നത്? " "എനിക്കറിഞ്ഞൂടാ. മഹിളാരത്നങ്ങളായ എല്ലാ മഹിളാരത്നങ്ങളെയും കള്ള ബുദ്ദൂസ് എന്നു വിളിക്കാം. അതുകൊണ്ട്... " "എന്റെ ഇക്കാക്ക എന്നെ കള്ള ബുദ്ദൂസ് എന്നാണ് വിളിക്കുന്നത്. " "ഇക്കാക്ക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? കാഫിർച്ചി, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? " "അങ്ങനെ ഞാൻ മനസ്സിലാക്കിയത് പെണ്ണിന്റെ പര്യായമാണ് കള്ള ബുദ്ദൂസ്. പിന്നെ... " "എന്റെ ഇക്കാക്ക എന്നെ ലുട്ടാപ്പി എന്നും വിളിക്കും. " "ഇക്കാക്കാന്റെ പേരെന്താ? " "നിസാർ അഹമ്മദ്. " "നിസാർ അഹമ്മദ് പെണ്ണിന്റെ പേരെന്തെന്നും പവറുകാരി പറഞ്ഞു. " "ഐഷ. " "നിറഞ്ഞ് എന്ത് ജാതിയാ? " പവറുകാരി സാരിക്കാരി പറഞ്ഞു. " മുസ്ലിം. " "യാ റബ്ബുൽ ആലമീൻ! " കുഞ്ഞുപാത്തുമ്മ ചോദിച്ചു. "ഞമ്മടെ മാതിരിയാ? " "അല്ല, ഞങ്ങൾ ശരിയായ ഇസ്ലാമീങ്ങളാണ്. " "ശരിയായ ഇസ്ലാമീങ്ങൾ കാത് രണ്ടും കുത്തി അലിക്കത്തിട്ടിട്ടില്ല. തട്ടുകാതിൽ പൊന്നിന്റെ 2 പൂവുണ്ട്. ഉടുത്തിരിക്കുന്നത് സാരിയാണ്. ഇട്ടിരിക്കുന്നത് ബ്ലൗസു എന്ന കുപ്പായമാണ്. അതിന്റെ അടിയിൽ ഒരു നുണുങ്ങ് പറ്റുകുപ്പായവുമുണ്ട്. പേരെന്തെന്നാ പറഞ്ഞേ? " "ഐഷ. വേണമെങ്കിൽ ഐഷ ബീവി എന്നോ ബീഗം ഐഷ എന്നോ വിളിക്കാം. ഐഷ ബാനു എന്ന് വിളിക്കാം. കോളേജിൽ എന്നെ ഐഷ ബീബി എന്നാണ് വിളിക്കുന്നത്. വീട്ടിൽ എന്റെ ബാപ്പയും ഉമ്മയും ഐഷ എന്ന് വിളിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇക്കാക്ക എന്നെ വിളിക്കുന്നത് ലുട്ടാപ്പി എന്നാണ്. കള്ള ബുദ്ദൂസേ എന്നും വിളിക്കും. " "ഐഷ മുഹമ്മദ് നബിയുടെ വീടരുടെ പേരാണ് റബ്ബേ. " കുഞ്ഞുപാത്തുമ്മ അമ്പരപ്പോടെ നോക്കി. "ഇതെന്തൊരു ഇസ്ലാമീങ്ങളാണ്? " കുഞ്ഞുപാത്തുമ്മ ചോദിച്ചു. "ആ മുഖത്ത് മൂടില്ലാത്ത തലയും മുടിയുള്ള ആമ്പറന്നോൻ. " ഐഷ പറഞ്ഞു. പറഞ്ഞത് കുഞ്ഞുപാത്തുമ്മയെ കളിയാക്കുന്ന മാതിരി. "എന്റെ ബാപ്പ, പിന്നെ ആ സാരിക്കാരിന്റെ ഉമ്മ, അതിനും ശേഷം? " ഐഷ ചോദിച്ചു. ആ പൊക്കക്കാരൻ ഇത്താത്തയുടെ ബാപ്പയാണോ? " "അതെ. രാവും പകലും കലപില ശബ്ദമുണ്ടാക്കുന്നത്? " "ഉമ്മ. " ഐഷ ചോദിച്ചു. "അതെന്തിനാ ഇത്രയധികം ഉച്ചത്തിൽ വർത്തമാനം പറയുന്നത്? " "അയൽപക്കക്കാർക്കു കിടന്നുറങ്ങാൻ സാധിക്കില്ലല്ലോ. മുസ്ലിം സ്ത്രീകൾ അടക്കവും ഒതുക്കവുമില്ലാതെ ഇങ്ങനെ പൊതുശല്യക്കാരിയാകുന്നത് നല്ലതാണോ? " കുഞ്ഞുപാത്തുമ്മ ഒന്നും പറഞ്ഞില്ല.